KUWJ പ്രസിഡന്റ് KP റജി ഉണ്ട്. ശ്രീ KP റജി, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വലിയ സ്പേസ് ഉള്ളൊരു സ്ഥലമായിരുന്നു കേരളം. അവിടെ ഇഷ്ടമില്ലാത്ത വാർത്തകൾ വരുന്നു എന്ന് കരുതി ഓഫീസ് ആക്രമിക്കാനും പ്രവർത്തകരെ ആക്രമിക്കാനും പരസ്യമായി ആഹ്വാനം ചെയ്യുക. ഇപ്പോൾ ഇതാ റിപ്പോർട്ടർ ടിവിയുടെ തൃശൂർ ഓഫീസ് അടിച്ചു തകർക്കുക, അതിനുവേണ്ടി ആക്രമണം നടത്തുക, അവിടെ കരിയോയിൽ ഒഴിക്കുക, റിപ്പോർട്ടിന്റെ വാഹനത്തിന് മുകളിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ കൊടി കൊണ്ട് സ്ഥാപിക്കുക. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് KP റജി? പത്രസ്വാതന്ത്ര്യത്തിൽ ഇന്ത്യ തന്നെ പിന്നോക്കം പോകുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന സംഘടനയുടെ യുവജന വിഭാഗം തന്നെ ഇത് ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ശ്രീ KP റജി. ഒരു വാർത്തയുടെയോ മറ്റെന്ത് വിഷയത്തിന്റെ പേരിലായാലും മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ തീർത്തും ജനാധിപത്യ വിരുദ്ധമായും അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ കടന്നാക്രമണമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഒരു രാഷ്ട്രീയ ഏത് പ്രശ്നമായാലും അതിനെ പരിഹരിക്കുന്നതിന് നിയമത്തിൻ്റെതായ അല്ലെങ്കിൽ മറ്റു വഴികളുണ്ടെങ്കിൽ അതിന് പകരം കയ്യൂക്കിന്റെയും അതിക്രമത്തിന്റെയും വഴി ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന സ്വീകരിക്കുന്നുവെങ്കിൽ അത് തീർത്തും അങ്ങേയറ്റം അപലപനീയമായ നടപടിയാണ്. ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇതിന്റെ ഡീറ്റെയിൽസ് എന്താണ് അവർ ആക്രമണത്തിന് വല്ല മുദ്രാവാക്യം മുഴക്കും എന്തെനിക്ക് എന്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അറിയാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഹലോ, ഓക്കെ. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പമുണ്ട്. ജെയ്സൺ ചാമവളപ്പിൽ, നമ്മൾ അതിനു മുമ്പ് ഈ ഒരു ശബ്ദ സന്ദേശം ഞങ്ങൾ കേൾപ്പിക്കാം. ആ ശബ്ദ സന്ദേശം അങ്ങ് കേൾക്കണം. 2 ദിവസം മുൻപാണ് യൂത്ത് കോൺഗ്രസിന്റെ ഗ്രൂപ്പിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ ഒരു ഭീഷണി സന്ദേശം വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ ആക്രമിക്കുമെന്നും റിപ്പോർട്ടർ TV അടിച്ചു തകർക്കുമെന്നുമായിരുന്നു യൂത്ത് കോൺഗ്രസ് പാറശാല മണ്ഡലം സെക്രട്ടറിയുടെ ഭീഷണി. കൊല്ലയിൽ ശ്യാംലാലാണ് ശബ്ദ സന്ദേശം അയച്ചത്. ആ ശബ്ദ സന്ദേശം നമുക്കൊന്ന് കേൾക്കാം. റിജി. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുമെങ്കിൽ നമ്മൾ 20 പേര് കയറി റിപ്പോർട്ടർ ചാനലിന്റെ ഓഫീസ് അടിച്ചു പൊട്ടിക്കും. അതിനിപ്പോ റിമാൻഡ് ആയാലും കുഴപ്പമില്ല. റിജി, റിമാൻഡ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് കൊല്ലയിൽ ശ്യാംലാൽ, കോൺഗ്രസ് പാറശാല മണ്ഡലം സെക്രട്ടറി പറയുന്നതാണ് നമ്മൾ കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ 20 പേരടങ്ങുന്ന സംഘം TV ആക്രമിക്കുമെന്ന് പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ശ്രീ KP റജി. അപ്പൊ അങ്ങനെ ഒരു ഭീഷണിയുടെ തന്നെ തുടർച്ചയായാണ് ഇങ്ങനെ അതിക്രമങ്ങൾ എങ്കിൽ അതിന്റെ രൂക്ഷത കൂടുതൽ, അതിന്റെ ഒരു ഇന്റൻസിറ്റിയും യഥാർത്ഥത്തിൽ കൂടുതൽ രൂക്ഷമാവുകയാണ് കഴിയുന്നത്. അത് ആസൂത്രിതമായ ഒരു ആക്രമണമായാണ് അപ്പോൾ കാണാൻ കഴിയുന്നത്. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിലുള്ള ആക്രമണം അല്ലല്ലോ. അപ്പൊ കൂടുതൽ ഗൗരവപരമായ വിഷയമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തീർത്തും ജനാധിപത്യ വിരുദ്ധവും അങ്ങേയറ്റം അപലപനീയവുമായ നടപടിയാണ്. ഈ സംഭവത്തെ തള്ളിപ്പറയാൻ ബന്ധപ്പെട്ട പാർട്ടികളുടെ ഉന്നത നേതാക്കൾ രംഗത്ത് വരികയും അവരുടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം മാധ്യമ സ്ഥാപനം ഉന്നയിക്കുന്ന വാർത്തകളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള മറ്റ് പല വഴികളുമുണ്ടല്ലോ. അവർ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടത് ആ രീതിയിലാണ്, അല്ലാതെ നിയമം കയ്യിലെടുത്തുകൊണ്ടല്ലോ. നിയമവാഴ്ചയെ യഥാർത്ഥത്തിൽ നിയമവാഴ്ചയോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇങ്ങനെയുള്ള അതിക്രമങ്ങളെ. താങ്ക് യു ശ്രീ KP റജി. KUWJ ഭാരവാഹിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിച്ചത്. പ്രിയപ്പെട്ടവർ പ്രേക്ഷകരെ, KUWJ പ്രസിഡന്റ് KP റജിയുടെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ജനാധിപത്യ വിരുദ്ധമായ അക്രമം എന്നാണ് വിശേഷിപ്പിച്ചത്. ജെയ്സൺ ചാമവളപ്പിലും TV പ്രസാദും റോഷിപാലും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖർഗെയുടെയും ശ്രദ്ധയിൽപ്പെടേണ്ട വിഷയമാണ്. ദേശീയ തലത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം BJP പ്രചരണായുധമാക്കിയിരിക്കുന്നതിനിടയിലാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നയങ്ങളെ, രാഹുൽ ഗാന്ധിയുടെ നയങ്ങളെ, മല്ലികാർജുൻ ഖർഗെയുടെ നയങ്ങളെ കേരളത്തിൽ ഒരു പാർട്ടിയുടെ യുവജന സംഘടനയിലെ ഒരു വിഭാഗം നിരന്തരം ചോദ്യം ചെയ്ത് പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി ലൈംഗിക മെസ്സേജുകൾ അയച്ചും ലൈംഗികപരമായി ഒരു പെൺകുട്ടികളെ പിന്തുടർന്നും ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന യുവനേതാവിനെ സംരക്ഷിക്കാൻ വേണ്ടി നേരത്തെ ഭീഷണി മുഴക്കിയതിനു ശേഷം ഇന്ന് റിപ്പോർട്ടറിന്റെ തൃശൂർ ജില്ലാ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ കുറച്ച് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിലാണ് അക്രമമുണ്ടായിരിക്കുന്നത്.